ഈ ഡാഷ്മോന്റെ തലമറയ്ക്കുന്ന തുണി പട്ടിയുടെ നാണം മറയ്ക്കാൻ കൊടുത്തുകൂടെ? ക്രൈസ്തവ സമൂഹത്തിൽ ഇതുപോലൊരു നാണംകെട്ട സഭാ നേതൃത്വം ഉണ്ടാകുമോ? കുമ്പസാര പീഡനവീരന്മാരായ വ്യഭിചാരി പാതിരിമാരെ ഇപ്പോഴും സംരക്ഷിക്കുന്ന സഭ, അമേരിക്കയിൽ ബാലികാപീഡനം നടത്തിയ ആബാസൻ മെത്രാനെ നാട്ടിലെത്തിച്ച് പുതിയ ഭദ്രാസനം കൊടുത്ത സഭ, പെണ്ണുകേസിലും ബാലികാ ബാലപീഡനം നടത്തിയ ഡസൻ കണക്കിന് പാതിരിമാരെ പൊന്നുപോലെ ഇപ്പോഴും കുപ്പായമൂരിപ്പിക്കാതെ സംരക്ഷിക്കുന്ന നാണംകെട്ട സഭ, പള്ളി പിടിച്ചു പറയും വ്യവഹാരങ്ങളുമായി നടക്കുന്ന സഭ, ഓർത്തഡോക്സ് സഭയുടെ സോദോം ഗോമോറ എന്നറിയപ്പെടുന്ന റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിലെ പെണ്ണുപിടിയനായ നിക്കോദിമോസ് എന്ന മെത്രാനെക്കുറിച്ചും അയാൾക്ക് അരമനയിൽ കിളികളെ എത്തിച്ചു കൊടുക്കുന്ന മറ്റൊരു പെണ്ണുപിടിയനായ റംബുട്ടാൻ ഷൈജു എന്ന പാതിരിയെക്കുറിച്ചും ഈ ആബാസ് മെത്രാനെ ഡാഷ്മോനെ എന്ന് പരസ്യമായി വിളിക്കുവാൻ ധൈര്യം കാണിച്ച മാത്യൂസ് വാഴക്കുന്നത്ത് എന്ന ധൈര്യശാലിയായ വൈദികനെക്കുറിച്ചും ITV ന്യൂസ് നിരവധി വാർത്തകൾ നൽകിയിട്ടുണ്ട്. ഇവന്മാരെക്കായാലും മ്ലേച്ഛനും നീചനുമായ കൊലപ്പുള്ളി ബാവയും കുറേ ആബാസന്മാരുടെ സിനഡും നിലയ്ക്കലിലെ ഈ 2 ആബാസന്മാരെയും ഇതുവരെ കുപ്പായം ഊരിപ്പിച്ചിട്ടില്ല. വാർത്തകളെ തുടർന്ന് റംബൂട്ടാനെ കുർബാന കളിക്കുവാൻ അനുവദിക്കുന്നില്ല എന്നേ ഉള്ളൂ. അവനിപ്പോഴും ആ അളിഞ്ഞ ലോഹയും ഇട്ട് തന്നെയാണ് നാട്ടിലൂടെ നടക്കുന്നത്. ആ മറയില്ലാതെ അവന് അവിടെ നിലനിൽപ്പില്ല. എന്നാൽ ആബാസൻ മെത്രാനെ ഡാഷ്മോനെ എന്ന് വിളിച്ച വാഴക്കുന്നത്തിനെ ഇതുവരെ തിരികെ എടുത്തിട്ടുമില്ല. നോയമ്പുകാലത്ത് തന്നെ പ്രാപിക്കുവാൻ നോക്കിയെന്ന് ഒരു വീട്ടമ്മ തന്നെ വെളിപ്പെടുത്തിയിട്ടും നിക്കോദിമോസ് എന്ന ആബാസൻ നാണമില്ലാതെ ഭദ്രാസ ഭരണവുമായി നടക്കുകയാണ് അവിടെ. ഇതൊക്കെ കണ്ട് മനം മടുത്ത ഈ പൈശാചിക കൂട്ടം എന്തോ ഒരു ദൈവിക സഭയാണെന്ന് തെറ്റിദ്ധരിച്ച ഓർത്തഡോക്സ് സഭാംഗവും റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിലെ താമസക്കാരനുമായ റാന്നി സ്വദേശി എലിശായുടെ വാക്കുകൾ കേൾക്കുക. മലങ്കര സഭയില് 32 ഭദ്രാസനങ്ങളുള്ളതായിട്ടാണ് അറിയുന്നത്. മലങ്കര സഭയ്ക്ക്, ഓർത്തഡോക്സ് സഭയ്ക്ക്. ഈ 32 ഭദ്രാസനങ്ങളിൽ ഈ നിലയ്ക്കൽ ഭദ്രാസനം പോലൊരു ഭദ്രാസനം വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിന് സമമായിട്ട് വേറെ ഇല്ല. അത്രമാത്രം അധപ്പതിച്ചു പോയി എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം കുറെ വർഷങ്ങളെ ആയുള്ളൂ. റാന്നി ഫോറസ്റ്റ് ഏരിയ ആണ്. എൻ്റെ ഓർമ്മയിൽ റാന്നി ടൗണിൽ കുറുക്കനിരുന്ന് കൂവിയിട്ടുണ്ട്. എന്നാൽ ഇത്രയും പരിഷ്കാരമായി 21-ാം നൂറ്റാണ്ടായിട്ടും ഇതുപോലെ സംസ്കാരമില്ലാതെ മനുഷ്യൻ പ്രവർത്തിക്കുന്നതും ഈ ഭദ്രാസനത്തിൽ 39 പള്ളിയുണ്ട്. ഈ 39 പള്ളികളിൽ പെട്ട ഈ ഒരു പള്ളിയിൽ 2 പേരോ അല്ലെ ഒരാളോ എങ്കിലും മാന്യമായി, ഹൃദയംഗമായി, ആത്മാർത്ഥമായി യേശുവിനെ സ്നേഹിക്കുന്നവരില്ലാതെ പോയല്ലോ എന്ന് ഓർത്തത് വിഷമമാണ്, ദുഃഖമാണ്. സങ്കീർത്തനക്കാരൻ യഹോവേ ഭക്തന്മാർ ചുരുക്കം, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, നശിച്ചു പോകുന്നു. ഇവിടെ ഭക്തന്മാർ വേണമെന്നല്ല പറഞ്ഞത്. ഞാൻ പറയുന്നതിന്റെ സാരാംശം ഇതേ ഉള്ളൂ. ഇത്രമാത്രം അധപ്പതിച്ചൊരു ഭദ്രാസനം എന്ന് പറഞ്ഞാൽ അതിന് എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് നിക്കോദിമോസിനെ കുറിച്ചൊരു വാർത്ത വന്നു. ഇത് റാന്നി മാത്രമല്ല, നിലയ്ക്കൽ ഭദ്രാസനം മാത്രമല്ല, കേരളം മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല, ലോകം മുഴുവൻ വ്യാപിച്ച ഒരു വാർത്തയാകും. ആ വാർത്ത വന്നിട്ട് അതിന്റെ സത്യാവസ്ഥ എന്തുവാന്ന് നിരപരാധികളെ ഒന്ന് അറിയിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ആരാണ് ഇതിൽ കുറ്റവാളികൾ? അല്പമെങ്കിലും ഇതിനകത്ത് കാര്യമുണ്ടോ? അതോ വ്യക്തികളെ അധിക്ഷേപിക്കാനാണോ ഇങ്ങനെ പറഞ്ഞത്? ഇങ്ങനൊന്ന് ചിന്തിക്കുവാൻ ഈ ഭദ്രാസനത്തിലെ ഈ മാന്യന്മാർക്ക്, എല്ലാ തുറകളിലും ജോലി ചെയ്യുന്നവരുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഭയങ്കര കുടുംബക്കാരുമുണ്ട്. തോമസ് അപ്പോസ്തലൻ വന്നപ്പോ പോക്കറ്റിലിട്ടുകൊണ്ട് വന്നവരുമുണ്ട്. പക്ഷെങ്കിൽ ഇതിന്റെ സത്യാവസ്ഥ മനുഷ്യരെ ഒന്ന് മനസ്സിലാക്കാൻ ഇന്നയോളം, ലോകാരംഭം മുതൽ ഇന്നയോളം മലങ്കര സഭ AD 52 എന്ന് പറയുന്നതിന് തെറ്റില്ല. AD 52 സ്ഥാപിതമായ ഈ സഭയില് ഇതുപോലൊരു മേൽപ്പട്ടക്കാരനെ കുറിച്ചൊരു തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു വാർത്ത സ്വന്തം അനുഭവമാണ്. വേറെ ആൾ പറഞ്ഞുള്ളതല്ല, സ്വന്തം അനുഭവം ഒരു സ്ത്രീ ഷെയർ ചെയ്തത്. ഇതിൽ സത്യമുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് മറുമരുന്നുണ്ട്. പേപ്പട്ടി കടിച്ചാൽ അത് മിണ്ടാതിരിക്കുകയാണോ വേണ്ടിയത്? മൂർഖൻ പാമ്പ് കടിച്ചാൽ അനങ്ങാതിരിക്കുകയാണോ വേണ്ടിയത്? അല്ല, നമ്മുടെ തിരുമേനിയാണ് എന്നുള്ളതാണ് ചിന്തയെങ്കിൽ മുട്ട നല്ലതാ, ചീഞ്ഞു പോയത് വെച്ചോണ്ടിരിക്കാൻ ഒക്കുമോ? സദൃശവാക്യത്തിൽ പിന്നെ ശലോമോൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് കാല് പൊള്ളാതെ തീക്കനലിന്മേൽ നടക്കാൻ കഴിയുമോ? മടി പൊള്ളാതെ മടിയിൽ തീക്കട്ട വെച്ചോണ്ട് നടക്കാൻ ഒക്കുമോ? ഇത്രയും വലിയൊരു കൊടും പാപം ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ അല്പമെങ്കിലും ഇതിൽ കാര്യമുണ്ടെങ്കിൽ, അധികമുണ്ടോ എങ്ങനെ ആയാലും ശരി, പൊന്നും സൂചി കൊണ്ട് കുത്തിയാലും കണ്ണു പൊട്ടും. ഇച്ചിരി ഉള്ളെങ്കിലും
തന്റെ കൂട്ടത്തെ മേയ്പ്പാൻ വേണ്ടി ദൈവം ഏൽപ്പിച്ച ഒരു മഹാപുരോഹിതൻ ഈ രീതിയിൽ പെരുമാറി, അതും അത്ഭുതത്തിൽ അത്ഭുതം, അമ്പേ ഭയങ്കരം. നൊയമ്പ് കാലത്ത്, പരിശുദ്ധ നൊയമ്പുകൾക്ക് തമ്മിൽ ശക്തിക്ക് കൂടുതൽ കുറവുണ്ട്. 50 നൊയമ്പ് എന്ന് പറയുന്നത് ഏറ്റവും പവർഫുൾ. ആ നൊയമ്പ് കാലത്താണ് ഇത് ചെയ്തത്. അതും നൊയമ്പിന്റെ അവസാന ഭാഗം 36-ാം ഞായറാഴ്ചക്ക് ശേഷമാണെന്ന അറിവ്. അപ്പൊ ഞാൻ ഈ സൂചിപ്പിച്ചുകൊണ്ട് വരുന്നത്, ഇദ്ദേഹം നിരപരാധിയാണെങ്കിൽ ഇനിയും ഇങ്ങനെ ഒരു അബദ്ധം ഉണ്ടാകാതിരിക്കത്തക്കവണ്ണം ഇതിന്റെ ഉറവിടം കണ്ടുപിടിച്ച് അതിന് ശിക്ഷ കൊടുത്തേ മതിയാവൂ. അല്ല, ഇദ്ദേഹത്തിൽ അല്പമെങ്കിലും കാര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സമാധാനത്തിന് വേണ്ടി ഇനി ഈ പാവം ചെയ്യാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ അരമനയിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോയി ഏതെങ്കിലും ആശ്രമങ്ങളിൽ കൊണ്ടുപോയി പുളി കളയാൻ വെള്ളത്തിൽ കുതുക്കുന്ന പോലെ ദാവീദൊക്കെ അങ്ങനെ പാപം ചെയ്തപ്പോ പോയി എവിടെയെങ്കിലും പോയി ഗുഹയിലും അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിച്ചിട്ട് വീണ്ടും ദൈവദിനത്തെ മേയിക്കുന്നു. ഇത് ഓർത്തഡോക്സ് സഭ എന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. അതാണ് ഈ ഭദ്രാസനക്കാർക്ക് പറ്റിയത്. ഞങ്ങളുടെ സഭ, ഞങ്ങളുടെ പള്ളി എന്നുള്ളതാ. ഇത് ദൈവത്തിന്റെ മണവാട്ടി സഭയാണ്. അതിനോടാണ് ഈ പാതകം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഈ കുബുദ്ധികൾക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനൊരു പാപം ഒരു വ്യക്തി ചെയ്താൽ, ഹാമാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഒരു പാപം ചെയ്തതിന് ഇസ്രായേൽ ജാതി മുഴുവനും, അവന്റെ ഗോത്രം മുഴുവനും അതിന്റെ ശിക്ഷ അനുഭവിച്ചു. ഒരു വ്യക്തി ഒരുത്തം ചെയ്തതിലും പാപകർമ്മം നിരക്കുള്ള മനുഷ്യർക്കൊക്കെ പറ്റും. ഈ ഭദ്രാസനം ഇങ്ങനെ നശിച്ചു കിടക്കുന്നതിന്റെ കാരണം ഈ ഒരു വ്യക്തി തന്നെയാണ്, യാതൊരു സംശയമില്ല. ഞാൻ വീണ്ടും ഈ ഭദ്രാസനത്തിൽപ്പെട്ട അംഗങ്ങളോട് ചോദിക്കുകയാണ്, എന്ത് ഇവിടെ ഇങ്ങനെ ഒരു ഭദ്രാസനം ഉണ്ടായി? തുമ്പോൺ ഭദ്രാസനമായിരുന്നപ്പോ എന്നാ ഇവിടെ പെണ്ണുങ്ങൾ പ്രസവിക്കുകയില്ലായിരുന്നോ? ഇവിടെ പള്ളിക്ക് ഇടിവെട്ടുമായിരുന്നോ? എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഭദ്രാസനം ഇവിടെ ഉണ്ടാക്കി? നമ്മുടെ പുരോഗതിക്ക് വേണ്ടിയാണ്, ഈ നാടിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയും പുരോഗതിക്ക് വേണ്ടിയും സഭയുടെ വളർച്ചയ്ക്കും വേണ്ടിയായിരുന്നു എങ്കിൽ ഈ മെത്രാപ്പോലത്തെ ഈ 15 വർഷം കഴിഞ്ഞ് 16 വർഷമായിട്ട് ഇവിടെ ഇരുന്നിട്ട് ഈ മനുഷ്യൻ എന്തോ ഇവിടെ ചെയ്തത്? നീക്കോദീമോസ് എന്ന് പറഞ്ഞ പരിശുദ്ധ മനുഷ്യൻ, ഡോക്ടർ മനുഷ്യൻ എന്താണ് ഇവിടെ ചെയ്തത്? പള്ളികളിൽ നിന്ന് മാസവരി വാങ്ങിച്ചിട്ട് സ്വന്തം ചെലവിലേക്ക് 25,000 40,000 എടുത്ത് മാറ്റിയിട്ട് ബാക്കി പണം അച്ഛന്മാരെ കൊണ്ട് ശമ്പളം കൊടുപ്പിക്കുക കുർബാന ചൊല്ലിയന്. അച്ഛന് കുർബാന ചൊല്ലിയന് കൂലി കൊടുക്കുകയാണ്. ഇങ്ങനെ കൂലി കൊടുക്കാൻ ഇവിടെ ഒരു മെത്രാൻ വേണമോ? ഇവിടെ ഒരു അരമന വേണമോ? പ്രബുദ്ധരായ മനുഷ്യരെ ഇനിയെങ്കിലും ചിന്തിക്കണം. 2,500 രൂപ തുമ്പോൺ ഭദ്രാസനത്തിൽ അടയ്ക്കുമ്പോൾ 4 തവണ ഇവിടെ ചൊല്ലിക്കൊണ്ടിരുന്ന പള്ളികളിൽ ഇപ്പൊ 25,000 രൂപ അടയ്ക്കണം. ഇങ്ങനൊരു മെത്രാസനത്തിന്റെ ആവശ്യം എന്തുവാ? ഈ മെത്രാസന് ഈ തുമ്പോൺ ഭദ്രാസനത്തിന്റെ സകല അവകാശ അധികാരങ്ങളും നഷ്ടപ്പെട്ടു പോയി. പുതിയൊരു ഭദ്രാസനം ആരംഭിച്ചു. ഇവിടെ ഒരു ചെറിയ ആശുപത്രിയോ ഒരു നഴ്സറി സ്കൂളോ എന്തെങ്കിലും പുരോഗമനപരമായ എന്തെങ്കിലും കാര്യം ഈ മനുഷ്യന് ചെയ്യാൻ കഴിഞ്ഞോ? ഇവൻ ഇവിടെ താമസിക്കാൻ വേണ്ടി 3 നില കെട്ടിടം ഉണ്ടാക്കി 6 AC വെച്ചുകൊണ്ടിരിക്കുന്ന ഇവനെ വെച്ച് പൊറുപ്പിക്കുന്ന നിലയ്ക്കൽ ഭദ്രാസനം നിനക്ക് അയ്യോ കഷ്ടം. നിന്റെയൊക്കെ ഉച്ചയിൽ പെരുമ്പാമ്പ് കൊത്തും, സ്വർപ്പം കൊത്തും. നീയൊക്കെ ഓർത്തഡോക്സ് എന്ന മനുഷ്യ ബീജ രക്തം നിന്റെ മേലില്ല. പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം ഈ ഭദ്രാസനത്തിന്റെ മേലില്ല. ഇങ്ങനൊരു മെത്രാൻ ഇവിടെ വേണമോ? ഈ മെത്രാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? AC ഇട്ടിട്ട് ഇവൻ എന്ത് ചെയ്യുന്നു? ഇടയ്ക്കൊരു കാര്യം ഞാൻ ഓർപ്പിക്കുന്നതിന് മുൻപിരുന്നൊരു മുൻ ഭദ്രാസന സെക്രട്ടറി, അദ്ദേഹം ചില കാര്യങ്ങൾ കണ്ടതും അറിഞ്ഞതുകൊണ്ടും അദ്ദേഹം നിർബന്ധമായിട്ട് ആവശ്യപ്പെട്ടു ഇവിടെ ഒരു ക്യാമറ വെക്കണമെന്ന്. എല്ലാവരും കൂടി സമ്മതിച്ചു. ഒരാൾ വേണമെങ്കിൽ സൗജന്യമായിട്ട് തരാമെന്നും വാക്ക് പറഞ്ഞു. പക്ഷെങ്കിൽ മെത്രാച്ചൻ സമ്മതിക്കത്തില്ല. രാത്രിയിലും പകലും വന്നു പോകുന്ന സ്ത്രീകൾ ആരാണെന്ന് പുറത്തറിയാൻ പാടില്ല. ഒരു മെത്രാന് താമസിക്കാൻ 3 നില വേണമോ? ഞാൻ ചോദിക്കുന്ന അസൂയാബോധത്തോടെ ചോദിക്കരുത്. ഈ പണം മുടക്കി എന്തെങ്കിലും ഒരു നഴ്സറി സ്കൂള് ഇല്ലെങ്കിൽ പരിമല ആശുപത്രിയുടെ ഒരു OP പോലെങ്കിലും ഒരു നമുക്ക് ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ഭദ്രാസനത്തിൽ ടൗണിലും ഒക്കെ കിടക്കുന്നു. ഒരു ചെറിയൊരു OP സ്ഥാപിക്കാൻ ഈ നീക്കോദിമോസിന് കഴിഞ്ഞോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പെണ്ണ് പിടിക്കാൻ കഴിവുണ്ട് രാത്രിയിലും പകലും. ഞാൻ ഇങ്ങനെ പറയുന്നത് ക്ഷമിക്കണം സഹോദരങ്ങളെ, നാണം കെട്ട് നിങ്ങളിത് കേൾക്കണം. ഇവന് എല്ലാത്തിനും സമയമുണ്ട്. ഈ ഭദ്രാസനത്തിന്റെ ഒരു പുരോഗതി വരുത്താൻ ഇവന് സമയമുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇനി അതെല്ലാം അങ്ങ് പോട്ട്. ഈ ഭദ്രാസനവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു വ്യക്തി
ആ വ്യക്തി ഇവിടെ കൊണ്ടുവന്ന് ഭദ്രാസന സെക്രട്ടറി ആക്കി അവൻ ഈ ഭദ്രാസനത്തിന്റെ ഓഫീസിൽ ഇരുന്ന് ചെയ്യുന്ന പണി വസ്തു കച്ചവടം നടത്തുക, പെണ്ണ് കച്ചവടം നടത്തുക, കല്യാണം നടത്തുക. ഇതൊക്കെ കണ്ടിട്ടും ഇതിലേറ്റവും വലിയ അത്ഭുതം, എന്നെ ഏറ്റവും വലിയ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, ഭദ്രാസന കൗൺസിൽ അംഗങ്ങളും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെയൊക്കെ സാധാരണ തെരഞ്ഞെടുക്കുന്ന ജനങ്ങളാ. ഞങ്ങൾ കൊള്ളാവുന്നവരെ ഞങ്ങൾ തെരഞ്ഞെടുക്കും. ഇത് ഈ ഭദ്രാസന കൗൺസിൽ മെമ്പേഴ്സിനെ മുഴുവൻ ഈ നീക്കോദിമോസ് നേരിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്ന എന്ന് പറഞ്ഞാൽ മറുചോദ്യത്തിന് കഴിവില്ലാത്ത മന്ദബുദ്ധികളെ മാത്രം തെരഞ്ഞെടുത്തിരിക്കുന്നു. അല്ലാത്ത 1-2 പേരുണ്ട്. മെത്രാസൻ എന്ത് പറയുന്നു അതുപോലെ ശരി 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 എന്ന് പറയുന്നവരെ മാത്രം തെരഞ്ഞെടുത്തിരിക്കുന്നു, നോമിനേറ്റ് ചെയ്തിരിക്കുന്നു. ഇതൊക്കെയും കണ്ടിട്ട് എന്തുകൊണ്ട് പ്രബുദ്ധരായ ഇവിടെ MA ക്കാരുണ്ട്, MP ക്കാരുണ്ട്, അഡ്വക്കേറ്റന്മാരുണ്ട്, ഡോക്ടർമാരുണ്ട്, സകല വ്യക്തികളും ഈ ഭദ്രാസനത്തിലുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് ചോദിച്ചു പോവുകയാണ്. അവിടെ നീക്കോദിമോസിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നല്ല. അപ്പം പിന്നെ അയാൾ ജനിച്ചതും അയാളുടെ പ്രവർത്തനങ്ങളും അയാളുടെ സ്വഭാവവും ഇതാണ്. പക്ഷെ ഇതിനെ നമ്മളിവിടെ വെച്ച് പൊറപ്പിക്കണമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഈ മാറാരോഗം നമുക്ക് വെച്ച് പൊറപ്പിക്കണമോ? മുട്ട നല്ലതാണ്, പൗരോഹിത്യം ഉണ്ടെന്ന് പറഞ്ഞ് ചീമുട്ടയായി പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് മടി വെച്ചുകൊണ്ട് നടക്കണമെന്നുള്ളത് നിലയ്ക്കൽ ഭദ്രാസനത്തിലെ പ്രായപൂർത്തിയായ ഓരോ വ്യക്തി, സ്ത്രീയും പുരുഷനും ചിന്തിക്കണം. ഞാൻ വീണ്ടും ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ നീക്കോദിമോസിനെ കുറിച്ച് സങ്കീർത്തനക്കാരൻ 49-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറഞ്ഞു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായി തീർന്നാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യമത്രേ. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകശൂന്യനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യമത്രേ. ഇത് തലേ തുണിയിട്ട് നടക്കുന്ന ഒരു മൃഗമാണെന്ന് പറഞ്ഞാൽ ഈ തുണിയെടുത്ത് പാറശാന്റി കൂടെ നടക്കുന്ന ഒരു കഴുതയുടെയോ പശുവിൻ്റെതോ തലയിലിട്ടാല് എന്താ വിശേഷമെന്നാ ഞാൻ ചോദിക്കുന്നത്, എന്താ ദോഷമെന്നാ ഞാൻ ചോദിക്കുന്നത്. വീണ്ടും സഹോദരങ്ങളെ, ഞാൻ ചോദിച്ചു പോവുകയാണ്, പിന്നെ നിവൃത്തികേട് കൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്, മനോവേദന കൊണ്ട് പറഞ്ഞു പോവുകയാണ്. ഈ ഭദ്രാസനത്തിന് വേണ്ടിയും ഇതിനു മുൻപും ധാരാളം അധ്വാനിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് വേദന കൊണ്ട് പറഞ്ഞു പോവാണ്. പരിഹസിക്കാനോ വ്യക്തിവിരോധം കൊണ്ടോ പറയുന്നതല്ല. യാക്കോയുടെ മകനായ അശൂർ എന്ന് പറയുന്ന വ്യക്തി, സദൃശവാക്യം, ശലോമൻ മാത്രമല്ല ഇത്, യാക്കോയുടെ മകനാകുന്ന അശൂർ 4 കാര്യം എനിക്ക് അറിഞ്ഞുകൂടാന്നാ പറഞ്ഞു. ഈ ലോകത്തിലുള്ളതെല്ലാം എനിക്കറിയാം, പക്ഷേ 4 കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആ കാര്യങ്ങളൊന്ന് പറയാം. അതിൽ 30-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, 30-ാം അധ്യായം 19-ാം വാക്യം അവർ പറഞ്ഞിരിക്കുന്നു, അശൂർ പറഞ്ഞിരിക്കുന്നു 4 കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. 1-ാമത്തെ കാര്യം, പാറമേൽ സർപ്പത്തിന്റെ വഴി, ആകാശത്ത് കഴുകന്റെ വഴി, ഉൾക്കടലിൽ കപ്പലിന്റെ വഴി, വനിതാ പോലീസുകാരിയോടുകൂടി നീക്കോദിമോസിന്റെ വഴി. ഈ 4 കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. അന്ന് നീക്കോദിമോസ് ജനിച്ചിട്ടില്ലേലും പ്രവചനത്തിൽ പ്രവാചകൻ പറയാണ്, ഈ സ്ത്രീകളോട് പിന്നാലെ കന്യയോടുകൂടെ നീക്കോദിമോസിന്റെ വഴി. ഇത് അറിഞ്ഞുകൂടാ. ഈ വഴി ഇവിടെ കിടന്ന് കളിക്കണ്ടെന്നാ ഞാൻ ഈ പറഞ്ഞു. ഞാൻ ഇവിടെ ജനിച്ചു വളർന്നു പോയതുകൊണ്ട് പറഞ്ഞു പോവാ. സഹോദരങ്ങളെ, തെറ്റുണ്ട്, ക്ഷമിക്കണമേ. ഇതിവിടെ വേണ്ട. ഈ വെള്ളത്തിൽ ഇത് അരി വേഗത്തില്ല. ഇതെവിടെയും കൊണ്ടിട്ട് ഉണ്ടാക്കിക്കോണം. ഇവിടേക്ക് പറ്റിയല്ല. കാരണം ഇത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ സെപ്റ്റിക്കായി മാറുമെന്ന് യാതൊരു സംശയമില്ല. അതുകൊണ്ടാകുന്ന സമയത്തെ പോയി ചീറ്റിയെടുത്ത് ഇതിന് വേണ്ട ഭേദഗതി ചെയ്യുകയാണ് നല്ലതെന്ന് ഞാൻ ഓർപ്പിച്ചു പോവാണ്. എന്തുകൊണ്ട് ഇങ്ങനെയുള്ളവരുണ്ടാകുന്നു എന്നൊരു ചോദ്യം കൂടെ ചോദിക്കുന്നുണ്ട്. ഓർത്തഡോക്സ് ഇതരായി ചോദിക്കുന്നതാണ്, എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു സഭയിലുണ്ടാകുന്നു എന്ന്. അതിന് ഞാൻ ഒരു വാക്യം സൂചിപ്പിക്കുകയാണ്. 2 ദിനവൃത്താന്തം 13-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നു. 2 ദിനവൃത്താന്തം 13-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നു, ഒരു കാളക്കുട്ടിയോടും 7 ആട്ടുകൊറ്റന്മാരോടും കൂടെ കരപൂരണത്തിന് വന്ന ഏവനും ദൈവമല്ലാത്തവയ്ക്ക് പുരോഹിതനായി തീർന്നു. ദൈവമല്ലാത്തവയ്ക്ക് പുരോഹിതനായി തീർന്നു. ഒരു കാളക്കുട്ടിയെ ഒരു കുപ്പായം തയ്ക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് 2 ഇവിടെ സഭയിൽ ഒരാൾ ഇരിപ്പുണ്ട്, പെൻഷൻ പറ്റി കടുംപെട്ടാണ്, മെത്രാനാണ്, കടുംപെട്ടാണ്. 1 കൊല്ലത്തെ കറണ്ട് ചാർജ് അദ്ദേഹം താമസിക്കുന്ന ബിൽഡിങ്ങിന്റെ അടച്ചു കൊടുക്കുകയാണെങ്കിൽ സഭയിൽ ഏത് സ്ഥാനമോ ഏത് പട്ടമോ വേണി കൊടുക്കും. മാരാമണ്ണിരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ആരെയും അവമാനിക്കാൻ പറയല്ല. ഒരു കാളക്കുട്ടിയെയും 7 ആട്ടുകൊറ്റനോടും കൂടി വന്ന് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം
കുറെ മോശപ്പെട്ട വ്യക്തികളെ, സഭയിൽ എല്ലാ കൂട്ടത്തിലും ആളുകളുണ്ടല്ലോ, എല്ലാം ഭക്തന്മാരല്ലല്ലോ. ഒരു കൂട്ടം തെമ്മാടി കൂട്ടങ്ങളെ കൂട്ടിയിട്ട് വോട്ട് പിടിച്ച് ജയിച്ച് 7 ആട്ടുംകുട്ടിയെ കൊണ്ടുപോയി ചുമന്ന ഉപ്പായം ഇട്ടിട്ട് സ്വർഗത്തിൽ നിന്ന് എനിക്ക് അധികാരം കിട്ടിയിട്ടുണ്ട്, നീ എന്നോട് എന്തെങ്കിലും സംസാരിച്ചാൽ ഇടിവെട്ടിക്കളയും, മൂക്കിന് സർപ്പം കൊത്തുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഞങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയവരാണ്, നിങ്ങളെയൊക്കെ മണ്ണ് കൊണ്ടുണ്ടാക്കിയപ്പോ ഞങ്ങളെ സ്വർണം കൊണ്ടാണ് ഉണ്ടാക്കിയത്, ഞങ്ങൾ പറയുന്നൊക്കെ കേട്ടോണം. ഈ അഭ്യാസം പണ്ടത്തെ മന്ദബുദ്ധികളുടെ അടുത്ത് നടന്നിട്ടുണ്ട്. അഭ്യസ്ത വിദ്യരും വിദ്യാസമ്പന്നരുമായ ഇന്നത്തെ മലങ്കര സഭാ മക്കൾ ഇത് സമ്മതിക്കത്തില്ല. ഇത് നീ വീട്ടിൽ ചെന്ന് അമ്മാമ്മച്ചിയോട് പറഞ്ഞാൽ മതി എന്ന് നേരെ മുഖത്ത് നോക്കി പറയാനുള്ള കരുത്തുള്ളതായ ചെറുപ്പക്കാർ ഇന്ന് സഭയിലുണ്ടെന്നുള്ളത് മാത്രം ഓർത്തുകൊണ്ട് രണ്ടാം വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നു. നടപടി ദോഷങ്ങൾ, പെരുമാറ്റ ദൂഷ്യങ്ങൾ നിമിത്തം ഈ ഭദ്രാസന സെക്രട്ടറി ആയിരുന്ന ഒരു വൈദികനെ ഈ സഭാകേന്ദ്രം തന്നെ അകത്ത് നിർത്തിയിരിക്കുകയാണ്, മാറ്റി നിർത്തിയിരിക്കുകയാണ്, സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ആ വൈദികൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. എലന്തൂര് ആ പെട്ട സ്ഥലങ്ങളിലൊക്കെ ഇദ്ദേഹത്തെ പറയുന്നത് തെമ്മാടിക്കുര്യൻ എന്നാ പറയുന്നത്. ഇവിടെ റാന്നിക്കാർ പറയുന്നത് റംബൂട്ടാൻ ഷൈജു എന്ന് പറയും. ഇവനെ ഇവിടുന്ന് സഭയെന്ന് മാറ്റി നിർത്തിയിരിക്കുക. അവൻ വീണ്ടും അധികാരത്തിൽ കയറാനായിട്ട് നീക്കോദിമോസിന്റെ അടുത്ത് വേറെയും ചിലർ പ്രസ് ചെയ്തിട്ടുണ്ട്. എവിടെങ്കിലും ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിലൂടെ വീണ്ടും കയറാൻ വേണ്ടി. കാരണം നല്ലൊരു മേച്ചിൽപ്പുറമാണ് ഇവിടെ. ആരും അറിയാത്ത ഗുഹയ്ക്കകത്തുകൊണ്ട് ഒരു അരമന പണിതിട്ടുണ്ട്. ആര് വന്നു പോയാലും അറിയത്തില്ല. എല്ലാവിധ സൗകര്യങ്ങളും ഏത് ടൈപ്പിലുള്ളതും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അവനിവിടെ വിട്ടുപോകാൻ മടിക്കുന്നു. അവൻ ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഒരു വിവാഹ ശുശ്രൂഷയ്ക്ക് സംബന്ധിച്ചു. ആ വിവാഹ ശുശ്രൂഷയ്ക്ക് അമ്മിനിക്കായിട്ട് പള്ളിയുടെ അൽത്താരയിൽ നിന്ന്, ഹൈക്കലായിൽ നിന്ന് ഒരു പ്രമേയം വായിക്കുന്നുണ്ട്. ഒരു മേൽപ്പട്ടക്കാരൻ ആ കൂട്ടത്തിലുണ്ട്. ബാഹ്യ ഭദ്രാസനത്ത് മേൽപ്പട്ടക്കാരൻ. അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാം. തുമ്പോണ് ജനിച്ചു വളർന്ന ആളാണ്. ഷൈജു ഇങ്ങനെയുള്ള ഒരാളാണെന്ന് അദ്ദേഹത്തിന് നല്ലവണ്ണം അറിയാം. ഈ മെത്രാനാണ് മുമ്പ് ത്രോണോസിൽ നിന്ന് കൂത്തമ പുസ്തകം എടുത്തെറിഞ്ഞത് ഒന്നിലധികം പ്രാവശ്യം. അത് അതിക്കവിഞ്ഞൊരു മഹാപാതകം വേറെ ഇല്ല. ആ എറിഞ്ഞ കൈ കൊണ്ട് അദ്ദേഹത്തിന് കുർബാന ചൊല്ലാൻ, കുറച്ചു നാളത്തേക്ക് കുർബാന ചൊല്ലാൻ അവകാശമില്ല. അപ്പോട്ടെ, ഞാൻ ചിന്തിക്കുന്നത്, പറഞ്ഞു വരുന്നത്, ആ മനുഷ്യൻ ഏതെങ്കിലും രീതിയിൽ ഇവിടെ പിൻവാതിൽ കൂടെ ഒരു ഓട്ട ഉണ്ടാക്കി അതിലൂടെ അകത്ത് കിടന്നിട്ട് വീണ്ടും അധികാരം പിടിച്ചെടുക്കാൻ അവൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെ ഇവനെ വേറൊരു പള്ളിയിലും വിളിക്കാതെ ഇങ്ങനെ ചില പള്ളികളിൽ വിളിക്കാൻ താല്പര്യപ്പെടുന്നതിന്റെ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇവൻ ഈ പള്ളിയിലൊക്കെ വികാരിയായിട്ടിരിക്കുമ്പോൾ ഇവന്റെ സ്വഭാവമായിട്ട് യോജിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകളോടുണ്ട്. ആ സ്ത്രീകളെ പ്രലോഭിപ്പിച്ചിട്ട് അവർ ഭർത്താക്കന്മാരെ നിർബന്ധിപ്പിച്ചിട്ട് ഇവനെ ക്ഷണിപ്പിക്കുക. സഹോദരങ്ങളെ, ഞാൻ ഈ പറയുന്നത് വ്യക്തിയെ അധിക്ഷേപിക്കുകയല്ല. മാതൃകാപരമായ കൊടും പാപമാണിത്. കുറ്റവാളി ശിക്ഷിക്കപ്പെട്ടേ പറ്റൂ. ഉപ്പ് കുടിച്ചവൻ ക്ഷമ പറഞ്ഞാൽ പോരാ, അതിന് തത്തുല്യമായി വെള്ളം കുടിച്ചേ പറ്റൂ. അവനൊരു മാനസാന്തരം വേണം. അവനെ അങ്ങ് വെട്ടിമുറിച്ച് കളയാനല്ല പറയുന്നത്. നശിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാം രക്ഷപ്പെടണം. പക്ഷേ മാനസാന്തരം പ്രാപിക്കണം. ഇനി ഒരു പള്ളിയിൽ ഇതുപോലെ സ്ത്രീകളെ ഉപദ്രവിക്കരുത്. പുരുഷന്മാരോട് വ്യക്തിവിരോധം കാണിക്കരുത്. മാതൃകാപരമായ ഒരു നല്ല ഇടയനായി അവൻ ആയിത്തീരുമെങ്കിൽ വീണ്ടും അവനെ ചേർക്കുന്നതിന് ഇവിടെ യാതൊരു തടസ്സവുമില്ല. ഇതില്ലാതെ അഹങ്കാരപരമായിട്ട് ഇനിയും ഇങ്ങനെ എവിടെങ്കിലും പള്ളികളിൽ പ്രവേശിപ്പിച്ചാൽ, ഞാൻ വേറെ പല ആളുകളുടെ നിർദ്ദേശപ്രകാരം കൂടി പറയുന്നു, ആ പള്ളിയുടെ വികാരിയെ പൊതുവിൽ കൈകാര്യം ചെയ്യേണ്ടി വരും. കാരണം അല്ലെങ്കിൽ ദേവലോകത്തുനിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും മെത്രാസനത്തുനിന്ന് ഇവൻ നിരപരാധിയാണെന്നും ഇവനെ പള്ളിയിൽ പ്രവേശിപ്പിക്കാനുള്ള കൽപ്പന അയക്കണം. വീണ്ടും ഞാൻ ചോദിക്കുന്നു, എന്റെ സഹോദരങ്ങളെ, നിലയ്ക്കൽ ഭദ്രാസന വാസികളെ, നിങ്ങൾ നോക്ക്. ഇവന്റെ സ്വന്തം ഇടവ പള്ളിയിൽ ഇവനെ കയറ്റത്തില്ല. തുമ്പോൺ ഭദ്രാസനത്തിന് വേണ്ടി ഇവൻ പട്ടമേറ്റതാണ്. ആ ഭദ്രാസനത്തിൽ ഒരൊറ്റ പള്ളിയിൽ ഇവനെ കയറ്റത്തില്ല. എന്താണ് നിലയ്ക്കൽ എന്ന തേൻ പരത്തി വെച്ചിരിക്കുന്നു ഇവിടെ നീക്കോദിമോസ്. അതുകൊണ്ട് ഈ അഭ്യാസം ഇനി ഇവിടെ ആവർത്തിച്ചാൽ വേറെ പല രീതിയിലേക്കും ഇത് ദുഷിച്ച വലയങ്ങളിലേക്കും മറ്റ് പല കാര്യങ്ങളിലേക്കും പോകുമെന്ന് മാത്രമല്ല, ഇനി ഷൈജു ഒരു പള്ളിയിൽ കയറിയാൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, ഗൂർഖാൻ പട്ടം കൊടുത്ത പല വൈദികരും ഈ ഭദ്രാസനത്തിലെ പല പള്ളികളിലും കയറി കുർബാന ചൊല്ലിയിരിക്കും. വീണ്ടും അവസാനമായിട്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, വാഴക്കുന്നം മാത്യൂസ് അച്ഛൻ എന്ന് പറഞ്ഞ ഒരു അച്ഛനെ പുറത്ത് മാറ്റി നിർത്തിയിരിക്കുന്നു. അദ്ദേഹം ചെയ്ത പാപം എന്തോ തെറ്റെന്തോ ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല.
പിന്നെ ചിലരൊക്കെ പറയുന്നു നീക്കോദിമോസെ ഡാഷ് മോനെ എന്ന് പറഞ്ഞു എന്ന്. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും പലരോട് ചോദിക്കുകയൊക്കെ ചെയ്തപ്പോൾ ആ പറഞ്ഞിരിക്കുന്നത് ദുർവ്യാഖ്യാനം ചെയ്യുക ശത്രുക്കള്. നീക്കോദിമോസെ ശ്രേഷ്ഠനായ പിതാവേ എന്ന് അദ്ദേഹം വിളിച്ചിരിക്കുന്നത്. ഇനി അതല്ല, ഇനി മറ്റൊരു വാക്കാണെങ്കിൽ അതിനെ ഒന്ന് പൊരുളുതിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വേറൊരു തരത്തിൽ നിങ്ങൾ വ്യാഖ്യാനിക്കുന്നെങ്കിൽ കാകൂട്ടിയ ഒരു ഭാഷയാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ കഴിവയുടെ മോനെ എന്നുള്ള വാക്കാണെങ്കിൽ ആ വാക്കിന്റെ അർത്ഥം കഴിവേൽ ഏറിയവന്റെ മോൻ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ മകനെ എന്ന വാക്കിന്റെ അർത്ഥം. ഋഗ്വേദത്തിൽ പറയുന്നുണ്ട്, യേശുവിനെ കുറിച്ച് പറയുന്നത് പ്രജാപതി എന്നൊരു വ്യക്തി ആറ് തെളിവുകൾ പറയുന്ന കൂട്ടത്തിൽ 2 ഇപ്പൊ സൂചിപ്പിക്കുക സമയക്കുറവുണ്ട്. ഒന്ന്, അവൻ കന്യയിൽ ജനിക്കുമെന്നും 6-ാമത്തേത് പറഞ്ഞിരിക്കുന്നത് മരക്കുറ്റിമേൽ തറക്കപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മരക്കുറ്റിയിൽ ക്രൂശിൽ തൂങ്ങിയവന്റെ മകനെ, കഴിവേൽ ഏറിയവന്റെ മകനെ എന്ന് വിളിക്കുന്നത് പാപമാണോ തെറ്റാണോ? എന്തുകൊണ്ടാണ് അത്? അവിടെ പാപാവസ്ഥ എവിടെ കാണുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഒന്ന് വിളിച്ചു പോയാൽ പഴയ കാലങ്ങളിൽ ക്രിസ്ത്യൻസിനെ ഇങ്ങനെ ചില അല്ലാത്ത ആളുകൾ വിളിക്കുമായിരുന്നു. അതിന്റെ അർത്ഥം ഇതാണ്, അത് ശ്രേഷ്ഠമായ ഒരു വാക്കാണ്. കഴിവേലേറിയ ഞാൻ അങ്ങനെ നസ്രയനായ യേശുവിന്റെ മകനാണ്, യേശുവിന്റെ നാമത്തിൽ മുദ്രയേറ്റവനാണ്, മാമോദിസയേറ്റവനാണ്, ആ കഴിവേലേറിയവന്റെ സന്തതിയാ ഞാനും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മേൽ ആ തെറ്റ് എത്രയും വേഗം പിൻവലിച്ച് അദ്ദേഹത്തെ വീണ്ടും സ്ഥാനത്തെടുക്കണം. നീക്കോദിമോസ് ഒറ്റയൊരുത്തന്റെ ദുശാഠ്യമാണ് അദ്ദേഹത്തിനെ പുറത്തു നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അത് പിൻവലിക്കണം. നിലയ്ക്കൽ ഭദ്രാസനത്തിലെ പ്രബുദ്ധരായ ആളുകള്, പിന്നെ കമ്മിറ്റിക്കാരൊന്നുമല്ല, പ്രബുദ്ധരായ ജനങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് അദ്ദേഹത്തെ മടക്കി കയറ്റുകയും ഷൈജുവിനെ ശാശ്വതമായി ഭദ്രാസനത്തിൽ നിന്ന് ദൂരെ എറിഞ്ഞു കളയുകയും ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.